السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പും അന്തസ്സും എല്ലാവിധ വിജയവും ഇതിനെല്ലാം ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കാര്യം ഉമ്മത്തിന്റെ ഐക്യമാണ്, ഉമ്മത്തിന്റെ യോജിപ്പാണ്. മുസ്ലിം ഉമ്മത്തിൽ സാമ്പത്തികമായ കുറവിന്റെ പേരിലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ വലിയ നഷ്ടം അനൈക്യത്തിന്റെ പേരിലുണ്ടാകുന്നതാണ്. ഉമ്മത്തിന് അധികാരത്തിലുള്ള കുറവുകളെക്കാൾ വലിയ നഷ്ടവും കുറവും അനൈക്യത്തിന്റെ പേരിലുണ്ടാകുന്നതാണ്. ഉമ്മത്തിൽ വിദ്യാഭ്യാസത്തിൽ പുറകിലായതിന്റെ പേരിലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ വലിയ നഷ്ടം ഉമ്മത്തിലെ അനൈക്യത്തിന്റെ പേരിലുണ്ടാകുന്നതാണ്. എന്നല്ല, ബാഹ്യമായി എന്തെല്ലാം കുറവുകളുണ്ടോ, ആ കുറവിന്റെ പേരിൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകുമോ, അതിനേക്കാൾ വലിയ നഷ്ടം ഉമ്മത്തിന്റെ അനൈക്യത്തിന്റെ പേരിൽ ഉണ്ടായിത്തീരുന്നതാണ്. ഇതിന് ഇതുവരെയുള്ള ചരിത്രം വളരെ വ്യക്തമായ സാക്ഷ്യമാണ്. ഇതുവരെ മുസ്ലിം ഉമ്മത്ത് കണ്ടുമുട്ടിയ നഷ്ടങ്ങളിൽ പരാജയങ്ങൾ ഏറ്റവും വലിയ നഷ്ടവും പരാജയവും ഉണ്ടായത് ഉമ്മത്തിൽ ഭിന്നതയും അനൈക്യവും ഉണ്ടായപ്പോഴാണ്. ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങളുടെ ചരിത്രം പഠിച്ചാൽ ഏതെല്ലാം വലിയ വലിയ നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാന കാരണം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ അനൈക്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ബാത്തിൽ ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധവും ഉമ്മത്തിനെ പലതിന്റെ പേരിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. വലിയ വലിയ നഷ്ടങ്ങൾ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടായാൽ, ഭിന്നതയുണ്ടായാൽ അതിന്റെ പേരിലുണ്ടാകുന്ന ഒന്ന് പ്രധാനപ്പെട്ട നഷ്ടം ഉമ്മത്തിന്റെ ദുആ അത് സ്വീകാര്യമല്ലാതായിത്തീരും. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ അടുക്കൽ വിലയില്ലാത്തതായി മാറും. ദുആയാണ് ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ഏറ്റവും വലിയ ആയുധം, ഉമ്മത്തിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം ദുആയാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല, ദുആകൾ കേൾക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെ നമ്മളെ കേൾക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല.
ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉമ്മത്തിന് ഗുണപാഠമാകാൻ വേണ്ടി ഒരു അനൈക്യം, ഒരല്പം അകൽച്ചയുണ്ടായപ്പോൾ, ഭിന്നതയുണ്ടായപ്പോൾ സഹാബാക്കൾപ്പെട്ട ദുആ സ്വീകരിക്കുന്ന പ്രസിദ്ധരായ സഹാബാക്കൾ ജീവിച്ചിരിക്കെ അവർക്ക് ആ ദുആ കൊണ്ടൊരു പ്രയോജനം ചെയ്തില്ല. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധരായ ദുആ സ്വീകരിക്കുമെന്ന് അറിയപ്പെട്ട പല സഹാബാക്കളും ജീവിച്ചിരിക്കുന്നു. പക്ഷേ അവരുടെ ദുആകൾ അനൈക്യത്തിന്റെ പേരിൽ അവർക്ക് പ്രയോജനം ചെയ്തില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ചില സഹാബാക്കൾ പ്രസിദ്ധരായിരുന്നു. അവർ ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടുന്നവരായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അവരുടെ മുന്നിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത പലതും ചെയ്തിരുന്നില്ല. ജനങ്ങൾ ഭയന്നിരുന്നു. അവരെങ്ങാനും കൈ ഉയർത്തിയാൽ ഉടൻ തന്നെ അതിന് ഉത്തരമുണ്ടാകും. അങ്ങനെ പ്രസിദ്ധമായ ദുആ സ്വീകരിക്കുന്ന പല സഹാബാക്കൾ, ധാരാളം സഹാബാക്കൾ ജീവിച്ചിരിക്കുന്നു. ഒരിക്കൽ സഅദ് റളിയല്ലാഹു തആലയുടെ മുന്നിൽ വെച്ച് ഒരു മനുഷ്യൻ സുബൈർ റളിയല്ലാഹു തആലയെ കുറിച്ചും തൽഹ റളിയല്ലാഹു തആലയെ കുറിച്ചെല്ലാം ചില മോശമായ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ തടഞ്ഞുകൊണ്ട് പറയുന്നത്, ചെയ്യരുത്, വളരെ മോശമായ വാക്കുകളാണ് നീ പറയുന്നത്. അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ അവനെ ഒന്ന് ഉണർത്തി, നീ അത് നിർത്തിയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ ദുആ ചെയ്യും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ദുആ ചെയ്യും. അദ്ദേഹം അല്ലാഹുവോട് ദുആ ചെയ്യും, അല്ലാഹു നിന്റെ സഹാബാക്കൾപ്പെട്ട ഈ പ്രധാനപ്പെട്ട സഹാബാക്കളെ പറ്റി മോശമായി ഈ വാക്കുകൾ പറഞ്ഞ മനുഷ്യന്റെ മേൽ നീ തീരുമാനമെടുക്കണം. ചരിത്രത്തിൽ കാണാം, മദീനയുടെ ഗല്ലിയിൽ നിന്നും ഒരു ഒട്ടകം കടന്നു വരികയും ആ മനുഷ്യന്റെ തലയിൽ കടിക്കുകയും വസ്ത്രം അലക്കുന്ന പോലെ അലക്കിയ മനുഷ്യനെ കൊല ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ദുആ ഉടനെ സ്വീകരിക്കുന്ന സഹാബാക്കൾ ജീവിച്ചിരിക്കുന്നു. അവർ കൈ ഉയർത്തി ദുആ ചെയ്തു, ഉടനെ ഉത്തരമുണ്ടായി. ഇങ്ങനത്തെ സഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഭിന്നത സംഭവിച്ചപ്പോൾ അവരുടെ ദുആകൾക്കൊരു വിലയില്ലാതെ. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ സഹായം എത്രത്തോളം തടയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഏത് കാലഘട്ടത്തിലാണ് ഭിന്നതയുണ്ടായത് മുസ്ലിമുകൾക്കിടയിൽ, ആ കാലഘട്ടം വരെ ഏകദേശം 30 വർഷത്തിനിടയിൽ മുസ്ലിമീങ്ങൾക്ക് എത്ര മുസ്ലിമീങ്ങൾ യുദ്ധത്തിലും മറ്റും ഷഹീദായി മരണപ്പെട്ടു, അതിനേക്കാൾ ഇരട്ടി മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിച്ചപ്പോൾ, ഭിന്നിച്ചപ്പോൾ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതയും അനൈക്യവും ഉണ്ടായാൽ ദുആകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനാകും. രണ്ട് ശത്രുക്കൾക്കിടയിൽ അള്ളാഹു നൽകുന്ന ഒരു ഭയമുണ്ട്, റഅബ് എന്നാണ് അതിനെ ഹദീസിൽ വന്നിരിക്കുന്നത്. നിബിധങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകതയാണ്. അത് ഉമ്മത്തിനുമുണ്ട്. ശത്രുക്കൾക്കിടയിൽ ഒരു ഭയമായിരിക്കും മുസ്ലിമീങ്ങളെ കുറിച്ച് അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ്. ആ ഭയത്തിന്റെ പേരിൽ അവർ മുസ്ലിമീങ്ങളെ മേൽ ആക്രമണം ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ചരിത്രത്തിൽ ധാരാളമായി കാണാം. എന്നാൽ മുസ്ലിമീങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ തുടങ്ങിയാൽ ആ ഭയം അവരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഊരിയിടും. അതുവരെ ഒരു മറയായിരുന്നു. അതൊരു മറയായിരുന്നു. അവർ എണ്ണത്തിലും ആയുധത്തിലും ബാക്കി അധികാരത്തിലും എല്ലാം മുന്നിൽ നിന്നിട്ടും അക്രമം ചെയ്യാതെ അവരെ തടഞ്ഞു നിർത്തിയ ആ ഭയം. എന്നാൽ മുസ്ലിമീങ്ങൾ ഭിന്നിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭയത്തെ അള്ളാഹു തന്നെ ഊരിയെടുക്കും. മൗലാന അബുൽ ഹസൻ നദവി റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയ ആഴത്തിൽ ചരിത്രത്തിൽ പഠിച്ച വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ചിന്ത ഇതായിരുന്നു, മുസ്ലിമിനെ കൊന്നാലും അവൻ മരണപ്പെടുകയില്ല, വീണ്ടും ജീവിക്കും. മുസ്ലിമുകൾക്കിടയിൽ ഭിന്നതയുണ്ടായപ്പോൾ ആ ചിന്താഗതിക്ക് മാറ്റം സംഭവിച്ചു. മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാളെ പിടിച്ച് അവർ കൊല ചെയ്തു. ഒരു രാത്രി പകലും കാത്തു നിന്നു, ഈ മനുഷ്യൻ ജീവിക്കുന്നുണ്ടെന്ന് അറിയാൻ. ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ അവരവരെ മേൽ മുസ്ലിമുകളെ മേൽ അക്രമം വർദ്ധിപ്പിക്കുകയുണ്ടായി. ഏതുപോലെ കൃഷിസ്ഥലങ്ങളിൽ മൃഗങ്ങളും പക്ഷികളും കയറാതെ ഭയപ്പെടുത്താൻ വേണ്ടി കോലങ്ങൾ നാട്ടിവെക്കാറ്. ഏതെങ്കിലും ഒരു മൃഗം ധൈര്യം കാണിച്ച് അതിനെ മറച്ചിട്ടാൽ പുറകെ വരുന്നതെല്ലാം ആ കൃഷിസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ തുടങ്ങിയാൽ, ഉമ്മത്തിൽ പരസ്പരം അനൈക്യമുണ്ടായാൽ അള്ളാഹു ശത്രുക്കളെ ഹൃദയത്തിലോടുന്ന ആ ഭയത്തെ അള്ളാഹു ഊരിയെടുക്കും. പിന്നെ അവർക്ക് ധീരം കിട്ടും ഉമ്മത്തിന് മേൽ അക്രമം ചെയ്യാൻ വേണ്ടി.
മൂന്നാമത് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഉമ്മത്തിൽ അനൈക്യമുണ്ടായാൽ, ഭിന്നതയുണ്ടായാൽ ശക്തരും ധീരന്മാരുമായ ആളുകൾ പോലും അവരിൽ പോലും ദൗർബല്യം ഉണ്ടാകും, ബലഹീനതയുണ്ടാകും. മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന സഹാബി, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ വളരെ ധീരനായ, വളരെ പോരാട്ടത്തിൽ മുന്നേറുന്ന സഹാബിയായിരുന്നു. ഒരിക്കൽ തങ്ങളുടെ കൈ കൊണ്ടൊരു വാളെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദ് ബിൻ മസ്ലമയോട് പറഞ്ഞു, നീ വാളുമായി ശത്രുക്കളിലേക്ക് പുറപ്പെട്ടുകൊള്ളു. വളരെ ധീരമായി പോരാടുന്ന, നിബിതങ്ങളുടെ ഐശ്വര്യമുള്ള കൈ കൊണ്ട് നിബിതങ്ങൾ നൽകിയ ഐശ്വര്യത്തിന്റെ ഒരു വാളിൽ കൈ പിടിച്ച സഹാബി തങ്ങൾ പറഞ്ഞു, മസ്ലമ, എപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത നീ കാണാൻ തുടങ്ങിയോ പിന്നെ ആ വാള് നീ ഒടിച്ചു കളഞ്ഞേക്കും. പിന്നെ നിനക്ക് ഈ വാളൊന്നും പ്രയോജനം ചെയ്യുകയില്ല. നിബിതങ്ങളുടെ ഐശ്വര്യത്തിന്റെ കൈ കൊണ്ട് നിബിതങ്ങൾ പിടിച്ച് കൈമാറപ്പെട്ട വാൾ നിനക്ക് പിന്നെ പ്രയോജനം ഉണ്ടാവുകയില്ല. സഹാബാക്കളെ കാലഘട്ടത്തിൽ എപ്പോൾ ഭിന്നത സംഭവിച്ചോ, മുഹമ്മദ് ബിൻ മസ്ലമ എന്ന സഹാബി അദ്ദേഹം ആ വാളം ഒടിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി ഇതുകൊണ്ട് പ്രയോജനമില്ല. ഐശ്വര്യത്തിന്റെ വാളാണ്, പക്ഷേ ഉമ്മത്ത് ഭിന്നിച്ചു പോയാൽ പിന്നെ പ്രയോജനമില്ല. ധീരന്മാരും ശക്തന്മാരും അവരിൽ ദൗർബല്യമുണ്ടാകും. സുബൈർ റളിയല്ലാഹു തആല പ്രസിദ്ധനാണ് സഹാബാക്കളെ കൂട്ടത്തിൽ, വളരെ ധീരനായ പോരാളിയായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തിൽ കാണാം, ഒരു യുദ്ധത്തിൽ ശത്രുക്കൾക്കിടയിലേക്ക് അദ്ദേഹം ഒറ്റക്ക് കയറി ചെല്ലുകയും ശത്രു സൈന്യത്തിന്റെ സഫുകളെ മുറിച്ച് പുറകിലെത്തുകയും വീണ്ടും അവിടെ നിന്ന് വീണ്ടും പല പ്രാവശ്യം ശത്രുക്കളുടെ സൈന്യത്തിന്റെ സഫുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റക്ക് അദ്ദേഹം കടന്നുപോയി. അത്രയും ധീരനായ സഹാബി. പക്ഷേ മുസ്ലിമുകൾക്കിടയിൽ ഭിന്നത സംഭവിച്ചപ്പോൾ ഒരൊറ്റ വ്യക്തിയാണ് ഇത്രയും ധീരനായ സഹാബി ഷഹീദാക്കിയത്. ചരിത്രത്തിൽ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കാണാം. ഉമ്മത്ത് ഭിന്നിച്ചു പോയാൽ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാകട്ടെ, അത് ഇസ്ലാമിക സംഘടന പേരിലാകട്ടെ, ഏത് വിഷയത്തിലായാലും ഉമ്മത്തിന്റെ മുഴുവൻ ശക്തിയും ഇല്ലാതാക്കുന്ന സത്യമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഹദീസിൽ വരുന്ന 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാൻ നിർബന്ധമായ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ സഹായത്തെ ഒലിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മത്തിന്റെ ഐക്യം, ഒരുമ, യോജിപ്പ്. ഇത് അള്ളാഹുവിന്റെ സഹായത്തെ ഒലിച്ചു കൊണ്ടുവരുന്നതാണ്. രണ്ടാമത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമ്മത്തിന്റെ പള്ളികൾ അമല് കൊണ്ട് നിറയണം. മൂന്നാമത് ഹദീസിൽ വന്നത് ഉമ്മത്തിന്റെ ഇസ്തിഗ്ഫാർ, തഹജ്ജുദിന്റെ രാത്രിയുടെ അവസാന സമയം ഉമ്മത്തിന്റെ കരച്ചിൽ. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തെ ഒരു നാട്ടിലേക്ക്, ഒരു സമൂഹത്തിലേക്ക്, ഉമ്മത്തിലേക്ക് വലിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ, ബാത്തിലിന്റെ ആളുകൾ ഉമ്മത്തിൽ ഒരിക്കലും ഒരുമയുണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഉമ്മത്തെ എപ്പോഴും ഭിന്നിക്കാൻ ആഗ്രഹിക്കുന്നു. ശൈത്താൻ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, പല വിഭാഗങ്ങളാക്കാൻ വേണ്ടി ശൈത്താൻ ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമുണ്ട്, വലിയൊരു തിന്മയുണ്ട്. അതിന് അറബിയിൽ അസബിയ്യത്ത് എന്നാണ് പറയുന്നത്. പക്ഷപാതിത്വം. എന്റെ പാർട്ടി, എന്റെ രാഷ്ട്രീയം, എന്റെ സംഘടന, എന്റെ നേതാവ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചിന്താഗതി. ഇത് ഉമ്മത്തിൽ അനൈക്യമുണ്ടാക്കുന്ന ശൈത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ്. അന്ധമായി തന്റെ സംഘടനയ്ക്ക് വേണ്ടി, തന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി, തന്റെ നേതാവിന് വേണ്ടി അന്ധമായി ജീവിക്കുക. മറുഭാഗത്തേക്കുന്ന മുസ്ലിമിനെ കുറിച്ച് ഒരു വിലയും മഹത്വവും ഇല്ലാതെ, ഒരു സ്ഥാനവും ഇല്ലാതെ, ഞാൻ മാത്രം ശരി, എന്റെ വിഭാഗം മാത്രം ശരി, എന്റെ ആശയം മാത്രം ശരി, മറുഭാഗത്തേക്കുന്ന ഒരു മുസ്ലിം ഒരു വിലയും കൽപ്പിക്കാത്ത ചിന്താഗതി, അസബിയ്യത്ത്, പക്ഷപാതിത്വം. ഇത് ഖിയാമത്ത് നാളിന്റെ ലോക അവസാനത്തിന്റെ അടയാളമാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവസാന കാലഘട്ടമാകുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാകും, വിഭാഗങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ മുന്നിൽ പ്രൗഢി നടിക്കും. എത്രത്തോളം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി മറ്റു വിഭാഗത്തിൽ പോയി ഇരുന്നാൽ അദ്ദേഹത്തെ വെറുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അത്രയും അന്ധമായി ഒരു ഗ്രൂപ്പിന് വേണ്ടി, ഒരു സംഘടനയ്ക്ക് വേണ്ടി, ഒരാശയത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം. ഹദീസിൽ വരുന്നുണ്ട്, നിങ്ങൾ സലാമിനെ അറിയുന്നവരോടും അറിയാത്തവരോടും പറയണം. നിങ്ങൾക്ക് ബന്ധമുള്ളവരോടും ഇല്ലാത്തവരോട് സലാം പറയണം.
നിബിധങ്ങൾ പറഞ്ഞു, അറിയുന്നവരോടും ബന്ധമുള്ളവരോടും മാത്രം സലാം പറയുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. തന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, തന്റെ ആശയത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഉമ്മത്ത് ഇതിൽ മാത്രം ഒതുങ്ങിയാൽ അത് ഉമ്മത്തിൽ വലിയ അകൽച്ചയുണ്ടാകും. പറയുമായിരുന്നു, ആര് മറ്റുള്ളവരെ, മറ്റൊരു മുസ്ലിമിനെ അവനെ വേറൊരാളെ കാണുന്നു, അങ്ങനത്തെ ചിന്താഗതി ഉമ്മത്തിൽ വന്നാൽ ഉമ്മത്തെ അവൻ അറുത്ത് നശിപ്പിക്കുകയാണ്, ഉമ്മത്തിനെ ഇല്ലാതാക്കുകയാണ്. മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഇസ്ലാമിന്റെ പേരിൽ മാത്രം സ്നേഹിക്കുന്നവനാണ്. അവൻ ഏത് ആശയക്കാരനാകട്ടെ, അവൻ ഏത് രാഷ്ട്രീയമാകട്ടെ, അവൻ മുസ്ലിമാണ്. അതുകൊണ്ട് അവനെ സ്നേഹിക്കൽ എന്റെ മേൽ കടമയാണ്. ഇസ്ലാമിനെ മാത്രം മാനദണ്ഡമാക്കി മറ്റൊരു മുസ്ലിമിനെ സ്നേഹിക്കുന്നവരായി മാറും. ഇസ്ലാമിനെ മാത്രം മാനദണ്ഡമാക്കി. എന്നാൽ പിശാചിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, യഹൂദിയത്തും നസ്രാനിയത്തും മുശ്രിക്കിന്റെ ശിർക്കിന്റെയും ആളുകൾ ഉമ്മത്തിനെ പലതിന്റെയും പേരിൽ വിഭാഗമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. സന്ദർഭങ്ങൾ നോക്കി നടക്കുകയാണ്. പലതിന്റെ പേരിൽ ഉമ്മത്തിനെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി. ഹദീസിൽ വരുന്നുണ്ട്, ചരിത്രത്തിൽ വരുന്നുണ്ട്, ഒരു യഹൂദി അൻസാരികളായ സഹാബാക്കളെ കണ്ടപ്പോൾ, അവരുടെ പരസ്പരമുള്ള സ്നേഹവും യോജിപ്പും കണ്ടപ്പോൾ, കുറച്ചു കാലഘട്ടം മുമ്പ് അൻസാരികളായ സഹാബാക്കൾ ഇസ്ലാമിന് മുമ്പ് ഔസും ഹസ്റജും പരസ്പരം പോരടിച്ച് യുദ്ധം ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഇസ്ലാമിന് ശേഷം അവരുടെ ഐക്യവും യോജിപ്പും കണ്ടപ്പോൾ അതിൽ അസൂയമൊത്ത് ഒരു ചെറിയ പയ്യനെ ജാഹിലിയ പദ്യങ്ങൾ പഠിപ്പിച്ച് അവർക്കിടയിലേക്ക് പറഞ്ഞയച്ചു. അവർക്കിടയിൽ പോയി പദ്യങ്ങൾ ആലപിച്ചു. അങ്ങനെ ആ പദ്യങ്ങൾ ആലപിച്ച് പിന്നെ ഔസും ഹസ്റജും പഴയ ജാഹിലിയ കാലഘട്ടം ഓർത്തു. അവർ പരസ്പരം പദ്യങ്ങൾ ആലപിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ വക്കീലെത്തി. നാളെ ഏറ്റുമുട്ടാൻ വേണ്ടി അവർ നിശ്ചയിക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. തങ്ങൾ ഓടി വന്ന് അവർക്കിടയിൽ സുൽഹുണ്ടാക്കുകയുണ്ടായി. യഹൂദിയത്തിന്റെയും നസ്രാനിയത്തിന്റെയും ആളുകൾ ഉമ്മത്തിനെ ഒരുമയോടെ ജീവിക്കുന്ന കണ്ടാൽ ഭിന്നിക്കാൻ പലതും അവർ കണ്ടെത്തും. മറ്റൊരു റിവായത്തിൽ വരുന്നുണ്ട്, ഔസ് ഹസ്റജ് ഗോത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വന്ന് പരസ്പരം ഒരുമയോടെ യോജിപ്പോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ചില പദ്യങ്ങൾ ആലപിച്ചു. അറബികളാണ്, അവരുടെ ജീവിതശീലമാണ് അറബി പദ്യങ്ങൾ ആലപിക്കുക, സമയങ്ങൾ അതിൽ ചെലവഴിക്കുക. ആ പദ്യങ്ങൾ പിന്നെ പഴയ ജാഹിലിയ കാലഘട്ടത്തിൽ പദ്യങ്ങൾ കടന്നുപോയി. ഇങ്ങനെ അവർ പരസ്പരം രണ്ട് വിഭാഗമായി മാറി. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി സഹാബാക്കൾ ഭിന്നിച്ചിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഹദീസിൽ വരുന്ന നിബിധങ്ങൾ ഓടി. റിവായത്തിൽ വരുന്നു, നിബിധങ്ങൾ ഇതറിഞ്ഞപ്പോൾ ഓടുകയുണ്ടായി. എത്രത്തോളം വസ്ത്രം ഇടയുന്ന അവസ്ഥയിൽ, നിബിധങ്ങളെ കാല് വെളിവാക്കുന്ന അവസ്ഥയിൽ നിബിധങ്ങൾ അവരിലേക്ക് ഓടിച്ചെല്ലുകയുണ്ടായി. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒന്നാക്കിയ സമൂഹം രണ്ടായി പോയല്ലോ, വിഭാഗമായി പോയല്ലോ എന്ന വിഷമത്തിൽ നിബിധങ്ങൾ അവരിലേക്ക് ഓടിച്ചെല്ലുകയുണ്ടായി. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഉമ്മത്തിനെ പലതിന്റെ പേരിൽ വിഭാഗങ്ങളാക്കണം, ഹൃദയങ്ങൾ പരസ്പരം ഭിന്നിക്കണം. മുസ്ലിം എന്ന മാനദണ്ഡത്തിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഒന്നാക്കാൻ വേണ്ടി ആദ്യം ചെയ്ത പണി, സഹാബാക്കളുടെ ഇടയിൽ നിന്നും ഈ അസ്വബീയത്തിന്റെ പക്ഷപാത ചിന്താഗതി മാറ്റി. സഹാബാക്കൾ ഉള്ളിൽ നിന്നും അതിനെ നിബിധങ്ങൾ ഇല്ലാതാക്കി. അവരുടെ നിറത്തിന്റെയോ ഭാഷയുടെയോ അവരുടെ കുടുംബത്തിന്റെയോ മറ്റെന്തെങ്കിലും പേരിൽ അവർ അതിനുവേണ്ടി ജീവിക്കുന്നവരായിരുന്നില്ല. സഹാബാക്കൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി നിബിധങ്ങൾ ആദ്യം ചെയ്ത പണിയാണ്. അവരുടെ പാർട്ടിയുടെയോ അവരുടെ ആശയത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ നേതാവിന്റെ മറ്റു കാര്യങ്ങളുടെ പേരിൽ അതിനുവേണ്ടി ജീവിക്കുന്നവരായിരുന്നില്ല. മുസ്ലിം എന്ന മാനദണ്ഡത്തിൽ അവർ ഓരോരുത്തരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്കിടയിൽ പോലും യുദ്ധങ്ങൾ നടന്നു. ആ യുദ്ധത്തിൽ പോലും അവർ അതിര് കടന്നില്ല. മറുഭാഗത്ത് നിൽക്കുന്നവർ സ്വന്തം സഹോദരനായി കണ്ടു. അലി റളിയല്ലാഹു തആലയുടെയും മുആവിയ റളിയല്ലാഹു തആലയുടെയും ചില സന്ദർഭത്തിൽ പരസ്പരം പോരാടേണ്ടി വന്നു. ആ സമയത്ത് മുആവിയയോട് ഒരാളൊന്ന് ചോദിച്ചു, ഒരു ഇസ്ലാമിന്റെ ഒരു മസ്അലയെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. മുആവിയ റളിയല്ലാഹു പറഞ്ഞു, ആ മസ്അലയെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് മറുഭാഗത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു തആല. നീ അങ്ങോട്ട് ചില യുദ്ധമരുഭൂമിയിലാണ്, പക്ഷെ അവർ അതിന് കടന്നില്ല. അവർക്കിടയിൽ അപ്പുറത്ത് നിൽക്കുന്ന സഹോദരനെ മനസ്സിലാക്കി. തന്നോട് ചോദിക്കാൻ വന്ന വ്യക്തിയെ മറുഭാഗത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിലേക്ക് പറഞ്ഞയച്ചു, നീ പോയി അലിയോട് ചോദിക്കും. മറ്റൊരു റിവായത്തിൽ വരുന്നത്, മുആവിയ റളിയല്ലാഹു തആലയുടെ മുന്നിൽ
അലി റളിയല്ലാഹു തആലയെ പറ്റി, അദ്ദേഹത്തിന്റെ ഇബാദത്തിനെയും ഗുണങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞ് 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 അദ്ദേഹത്തിന്റെ താടി നനയുന്ന അവസ്ഥയിൽ കരയുകയാണ്. തന്നെ മറുഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന സഹാബിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ഓർത്ത് കരയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആലയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം അലി റളിയല്ലാഹു തആലയുടെ ഭാഗത്തായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ മറുഭാഗത്ത് പോയി മുആവിയ റളിയല്ലാഹു തആലയുടെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. യുദ്ധ മരുഭൂമിയിലെത്തി, പക്ഷേ മറുഭാഗത്ത് സ്വന്തം സഹോദരനായി മനസ്സിലാക്കി. മുസ്ലിം എന്റെ സഹോദരൻ മറുഭാഗത്തിൽ യുദ്ധത്തിൽ പോയി. അലി റളിയല്ലാഹു തആലയുടെ അടുക്കൽ മറുഭാഗത്ത് നിൽക്കുന്ന സുബൈർ റളിയല്ലാഹു തആലയെ ഒരാൾ കൊല ചെയ്തു. എന്നിട്ട് വന്ന് പറഞ്ഞു, യുദ്ധത്തിൽ മറുഭാഗത്ത് നിൽക്കുന്ന സഹാബാക്കൾപ്പെട്ട ഒരു സഹാബി സുബൈർ റളിയല്ലാഹു തആലയെ കൊല ചെയ്ത വ്യക്തി അദ്ദേഹം ഒന്ന് കൊല ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ, എന്റെ പാർട്ടിക്കാരൻ മറുഭാഗത്ത് നിൽക്കുന്ന ആളെ കൊന്നു എന്ന സന്തോഷത്തിലല്ല, മറിച്ച് ഭയപ്പെടുത്തി, നീ അറിഞ്ഞുകൊള്ളുക, സുബൈറിനെ കൊന്ന വ്യക്തിയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നരകത്തിലാണ്. അലി റളിയല്ലാഹു തആലയുടെ മറുഭാഗത്ത് നിൽക്കുന്ന തൽഹ റളിയല്ലാഹു തആലയെ കൊന്ന മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോഴും അലി റളിയല്ലാഹു ശക്തമായി ദേഷ്യപ്പെടുകയുണ്ട്. എന്റെ പാർട്ടിക്കാരൻ അവൻ എന്റെ മറുഭാഗത്ത് നിൽക്കുന്നവരെ കൊന്നു എന്ന സന്തോഷത്തിലല്ല. അമ്മ റളിയല്ലാഹു തആലയെ മുന്നിൽ വെച്ച് മറുഭാഗത്തായിരുന്ന ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് ചില ആളുകൾ മോശമായി പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ എന്താണ് പറയുന്നത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്ക് ഉറപ്പാണ് ആയിഷ സ്വർഗത്തിൽ നബി തങ്ങളുടെ ഭാര്യയാണ്. ഇതായിരുന്നു സഹാബാക്കൾ. അവർ യുദ്ധത്തിൽ നിന്നപ്പോൾ പോലും അവർ മനസ്സിലാക്കി, മറുഭാഗത്ത് നിൽക്കുന്ന എന്റെ മുസ്ലിമായ സഹോദരനാണ്, ഇത് മുസ്ലിമാണ്, എന്റെ മുസ്ലിമായ സഹോദരനാണ്. അതുകൊണ്ട് അവർ അതിന് കിടന്നില്ല, അവർ അനീതി കാണിച്ചില്ല. അവരുടെ വാക്കുകൾ വളരെ സൂക്ഷ്മതയിൽ ഉപയോഗിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ശത്രുവായി മനസ്സിലാക്കിയില്ല, സ്വന്തം സഹോദരനായി മനസ്സിലാക്കി. സഹാബാക്കളുടെ ജീവിതം ഇത്, ഈ സഹാബാക്കളുടെ ചരിത്രം അവരെ കുറിച്ച് മോശമായി ചിന്തിക്കാനല്ല, ഉമ്മത്തിന് പാഠമാണ്, ഗുണപാഠമാണ്. ഉമ്മത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നിച്ചു പോയാൽ പക്ഷേ അതിന് കിടക്കരുത്. മറുഭാഗത്ത് നിൽക്കുന്ന പാർട്ടിക്കാരൻ രാഷ്ട്രീയത്തിൽ എനിക്കെതിരാളിയാണ്, അതുകൊണ്ട് അവരെ പറ്റി വായി തോന്നുന്നതിന് പറയാം, ഒരിക്കലും പാടില്ല. മുസ്ലിമാണ്, മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ മുസ്ലിമായി തന്നെ കാണണം. ദീൻ അതാണ് പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ അതാണ് സഹാബാക്കളെ പഠിപ്പിച്ചത്. അതിൽ സഹാബാക്കൾക്ക് ഏറ്റവും മാതൃക നബി തങ്ങൾ പഠിപ്പിച്ചു. ഒരു വിഭാഗീയതയും സഹാബാക്കൾക്കിടയില്ല. ഭാഷയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ നാടിന്റെയോ പേരിൽ ഒരു വ്യത്യാസവുമില്ല. സഹാബാക്കൾ മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ ഒരേപോലെ സഹാബാക്കൾ ജീവിച്ചു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല പേർഷ്യക്കാരനാണ്. നിറം വ്യത്യസ്തമാണ്, ഭാഷ വേറെയാണ്, കുടുംബം വേറെയാണ്, നാട് വേറെയാണ്. പക്ഷേ സഹാബാക്കൾ, ഓരോ സഹാബാക്കളും ഖന്ദഖ് കിടങ്ങ് കുടിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ വരുന്നുണ്ട്, ഓരോ സഹാബാക്കളും അൻസാരികളായ സഹാബാക്കൾ പറഞ്ഞു, സൽമാനും മിന്ന, സൽമാൻ ഞങ്ങളിൽപ്പെട്ട ആളാണ്. മുഹാജിറുകൾ പറഞ്ഞു, സൽമാനും മിന്ന, സൽമാൻ ഞങ്ങളിൽപ്പെട്ട ആളാണ്. സത്യത്തിൽ അദ്ദേഹം മുഹാജിറല്ല, അൻസാരിയല്ല, മദീനയോ മക്കയുമായി ഒരു ബന്ധവുമില്ല. വേറെ നിറം, വേറെ ഭാഷ, വേറെ ഗോത്രം. പക്ഷേ മുസ്ലിമീങ്ങൾ അങ്ങനെ നബിതങ്ങൾ വളർത്തിയത്. നിറത്തിന്റെയോ ഭാഷയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ വേർതിരിച്ച് ജീവിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചില്ല. സ്വന്തം സഹോദരന്മാരെ പോലെ, ഒരൊറ്റ സഹോദരന്മാരെ പോലെ ജീവിക്കാൻ പഠിപ്പിച്ചു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം യുദ്ധത്തിൽ മുറിവേറ്റ് നബിതങ്ങളുടെ മടിയിൽ നബിതങ്ങൾ കിടത്തി. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, സഅദ് റളിയല്ലാഹു തആലയുടെ രക്തം നബിതങ്ങളുടെ ശരീരത്തിൽ ഒലിച്ച് നബിതങ്ങളുടെ ശരീരത്തിൽ പുരണ്ട അവസ്ഥ ഞാൻ കണ്ടു. മദീനക്കാരനായ സഅദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ കിടത്തി. ആയിഷ റളിയല്ലാഹു ഇതും പറയുന്നുണ്ട്, അവർ സഅദ് റളിയല്ലാഹു തആലയുടെ മരണശേഷം എന്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു തആലയും ഉമർ റളിയല്ലാഹു തആല രണ്ടുപേരും കരഞ്ഞു. അതുപോലെ കരയുന്നത് ഞാൻ മറ്റൊരാളുടെ മരണത്തിൽ കണ്ടിട്ടില്ല. ആർക്ക് വേണ്ടിയാ കരയുന്നത്? സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആരുമല്ല. മക്കയിൽ വന്ന ഉമർ, അബൂബക്കർ റളിയല്ലാഹു തആല, മദീനക്കാരനായ സഅദ് റളിയല്ലാഹു തആല വേണ്ടി കരയുകയാണ്. നബി തങ്ങൾ അങ്ങനെ ഒറ്റ സഹോദരന്മാരെ പോലെയാക്കി. ഉമർ റളിയല്ലാഹു തആല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ളപ്പാണ്ടുള്ള ഒരു സഹാബി കടന്നുപോയി, ഒരു വ്യക്തി കടന്നുപോയി. അദ്ദേഹത്തെ വിളിച്ച് തന്റെ കൂട്ടത്തിൽ ഇരുത്തി ഉമർ റളിയല്ലാഹു ഭക്ഷണം കഴിപ്പിക്കുകയുണ്ടായി. ഉമ്മത്തിനെ പഠിപ്പിക്കാൻ നിങ്ങൾ ഒരു വിഷയത്തിൽ മറ്റൊരു മുസ്ലിമിനെ വേർതിരിക്കരുത്. എന്റെ ആളല്ല, അത് മറ്റേ ആളോ മറ്റേ വിഭാഗം, വേർതിരി. ഓരോ മുസ്ലിം നിന്റെ സഹോദരനാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വേറെ ചിന്താഗതിയായിരിക്കാം, ആശയത്തിൽ വേറെ ചിന്താഗതിയായിരിക്കാം, വേറെ നാട്ടുകാരനായിരിക്കാം, വേറെ കുടുംബക്കാരനായിരിക്കാം. പക്ഷെ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ നീ അവനെ സ്നേഹിക്കുന്ന കടമയും ബാധ്യതയുമാണ്. ആ വിഷയത്തിൽ നബി തങ്ങൾ സഹാബാക്കൾക്ക് ഏറ്റവും നല്ല തർബീയത്ത് നൽകി,
പുരസ്കാരം നൽകി. ഒരു മുസ്ലിമിന്റെ ഓരോ മുസ്ലിമിന്റെയും മഹത്വം നബി തങ്ങൾ സഹാബാക്കൾ ഹൃദയത്തിൽ ഉണ്ടാക്കി. ഹദീസിൽ വരുന്നുണ്ട്, ഒരു പ്രാവശ്യം ഒരു സഹാബി നബി തങ്ങളുടെ സദസ്സ് കഴിഞ്ഞപ്പോൾ എണീറ്റ് പോയി. അദ്ദേഹം ചെരുപ്പെടുക്കാൻ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വന്നു. സഹാബാക്കൾപ്പെട്ട ഒരു സഹാബി തമാശ എന്നോണം അദ്ദേഹത്തിന്റെ ചെരുപ്പൊന്ന് മാറ്റിവെച്ചു. അദ്ദേഹം ഒന്ന് ചെരുപ്പ് തപ്പി അദ്ദേഹം ആകെ ആശങ്കപ്പെട്ടു. അദ്ദേഹം അസ്വസ്ഥമായപ്പോൾ നബി തങ്ങൾ ചോദിച്ചു. സഹാബാകത്ത് ചെരുപ്പ് മടക്കി കൊടുത്തു. നബി, ഞങ്ങൾ ഒന്ന് തമാശ എന്നോണം ചെയ്തതാണ്. നബി തങ്ങൾ പറഞ്ഞു, ശരിയാണ്, പക്ഷെ ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്താനോ അവന്റെ ഹൃദയത്തെ പേടിപ്പിക്കാനോ മറ്റൊരു മുസ്ലിമിന് അവകാശമില്ല. അവൻ മുസ്ലിമാണ്. നീ തമാശക്ക് ചെയ്ത, പക്ഷെ മുസ്ലിമാണ്. മറ്റൊരു റിവായത്തിൽ ഒരു അറാബിയായ സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നമസ്കരിച്ചു. നമസ്കാരത്തിന് സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഒരു സഞ്ചി അല്ലെങ്കിൽ ഒരു കൊമ്പ് അതുപോലെ വസ്തു അദ്ദേഹം അവിടെ മാറ്റി വെച്ചിരുന്നു. നമസ്കാരം അദ്ദേഹം അത് എടുക്കാൻ വേണ്ടി പോകാൻ കാണുന്നില്ല. സഹാബാക്കൾ ചില സഹാബാക്കൾ അതെടുത്ത് മാറ്റി. അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് ഭയപ്പെട്ട് നടക്കുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾ ചിരിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ സഹാബത്തെ ഉണർത്തി, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ യോജിച്ചതല്ല മറ്റൊരു മുഅ്മിനെ ഭയപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. എത്ര ചരിത്രങ്ങൾ കാണാം. ഒരു മുസ്ലിമിന്റെ മഹത്വമാണ്. ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല ചോദിച്ചു, അനസേ, നിങ്ങൾ ഒരു നാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ, യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആ നാടിനെ കീഴടക്കുന്നത്? അനസ് റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങൾ പോരാടി നോക്കും, വിജയം കിട്ടുന്നില്ല. അതിനാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾ നല്ല തോലിന്റെ പടയെങ്കിലും ധരിപ്പിച്ച് അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇറക്കി വിട്ടു. ഉമർ ഉദ്ദേശിച്ചു, അപ്പോൾ വാളുകൊണ്ട് മുറിവേൽക്കുകയില്ല, പക്ഷെ ജനങ്ങൾ കല്ലെറിഞ്ഞാൽ അദ്ദേഹം മരിക്കുകയില്ല. അദ്ദേഹം മരിക്കും, പക്ഷേ അതിലൂടെ വിജയം കിട്ടുകയും ചെയ്യും. കോട്ടവാതിൽ തുറക്കും, വിജയിക്കുകയും ചെയ്യും. ഉമർ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾ ചെയ്ത് ശരിയില്ല. ഒരു മുസ്ലിമിനെ അദ്ദേഹം പറഞ്ഞു, 4000 പേരടങ്ങുന്ന ഒരു ശത്രു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരു മുസ്ലിമിനെ ബലി നൽകൽ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മുസ്ലിമാണ്. മറ്റൊരു വാക്കിൽ ഉമർ അദ്ദേഹം പറഞ്ഞു, ഹിജാസ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് ഒരു മുസ്ലിമിനെ ശത്രുക്കളിൽ സംരക്ഷിക്കുക. ഒരു മുസ്ലിമിന്റെ വലിയ മഹത്വമാണ് ഇത്. സഹോദരന്മാരെ, രാഷ്ട്രീയ ചിന്തകൾ വ്യത്യസ്തമായതിന്റെ പേരിൽ ഒരു മുസ്ലിമിനെ നിന്ദിക്കുന്നതിൽ, അവന്റെ അന്തസ്സിനെ പിച്ചിക്കുന്നതിൽ നാം അതിരുകടന്നു. മുസ്ലിമാകോട് ചിന്തിക്കുന്നില്ല. മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സഹോദരൻ മുസ്ലിമാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ എനിക്കെതിരായിരിക്കാം, പക്ഷെ അപ്പുറം നിൽക്കുന്ന മുസ്ലിമാണെങ്കിൽ അവനെ ബഹുമാനിക്കൽ, അവന്റെ അന്തസ്സിനെ സൂക്ഷിക്കൽ, അവനെ ബഹുമാനിക്കൽ, അവനെ ആദരിക്കൽ കടമയും ബാധ്യതയുമാണ്. ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഐക്യമാണ്. അത് ഉമ്മത്തിൽ നിന്ന് ഇല്ലാതായാൽ പിന്നെ ഉമ്മത്തിന്റെ ഈ മതത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ആ ശക്തി കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. ഐക്യത്തെ തകർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന അസബീയത്താണ്, പക്ഷപാതിത്വമാണ്. എന്റെ പാർട്ടി മറുഭാഗത്ത് ആരും നോക്കുന്നില്ല. എന്റെ രാഷ്ട്രീയം, എന്റെ സംഘടന, എന്റെ നേതാവ്, അതിനുവേണ്ടി ഒരു മുസ്ലിമിന്റെ അന്തസ്സിനെയും അഭിമാനത്തെ പിച്ച് ചെയ്താൽ ഒരു മടിയുമില്ല. ഇതാണ് ഉമ്മത്തിലെ അനൈക്യത്തിന്റെ പ്രധാന കാരണം. മുസ്ലിമീങ്ങളുടെ അനൈക്യം അത് ശത്രുക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ഭിന്നതയെ ശത്രുക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ശത്രുക്കൾക്കറിയാം, ഉമ്മത്ത് ഒറ്റക്കെട്ടാണെങ്കിൽ, മുസ്ലിം ഒന്നായി ജീവിക്കുകയാണെങ്കിൽ അതിന് മുകളിൽ ഒന്നും ഉപേക്ഷിച്ച കാര്യമില്ല. അവരുടെ ആയുധങ്ങളോ അവരുടെ ശക്തിയോ അധികാരമോ പ്രയോജനം ചെയ്യുകയില്ല. ശത്രുക്കൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഉമ്മത്തിന്റെ പലതും പലതിന് പേരിലും ഉമ്മത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശത്രുക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് മുസ്ലിം ഉമ്മത്ത് വളരെ ബുദ്ധിപൂർവമായിരിക്കണം. ഏത് സമയത്തും, അത് ഇലക്ഷന്റെ സമയമാകട്ടെ, ഏത് സമയമാകട്ടെ, വളരെ ബുദ്ധിയോടുകൂടി നമ്മുടെ ഐക്യമാണ് വലുത്. അതിനേക്കാൾ വലിയ നമ്മുടെ പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അതിനെ തകർക്കുന്ന ഒരു നിലപാട് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യരുത്. അള്ളാഹുവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.